ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഒരു ദിവസം എത്രയൊക്കെ ടൈം ഇരിക്കലുണ്ട്, എത്രയൊക്കെ ടൈം സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കലുണ്ട് എന്നുള്ളതൊക്കെ ഒരു ടൈമൊക്കെ കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, മൊത്തത്തിൽ അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്നും കാണിക്കണില്ല. എന്നാലും ഞാൻ എത്രത്തോളം സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ടൈം ചിലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു 5-8 ആയപ്പോഴാണ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ ഒരു 4-4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒരു 5-10 ആയപ്പോൾ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനി കുറച്ച് ടൈം സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അർജൻറ്റായിട്ട് കൊടുക്കേണ്ട വർക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിതുപോലെ നേരത്തെ എണീറ്റിട്ട് ഡെയിലി ഞാൻ ഒരു 4:30 ആകുമ്പോൾ എണീക്കും. സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ വർക്കുകൾ അർജൻറ്റായിട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ, ഒരു ഡ്രസ് കോഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ട് ഞാൻ 6 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ടൈമിൽ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇതിനൊക്കെ കൂടെ ടൈം കിട്ടുന്നത്, അപ്പോൾ ഏതൊക്കെ ടൈമിലാണ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അങ്ങനെ ടൈമൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ തോന്നി. അങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ എടുത്തതാണ്. ഇത് എത്രത്തോളം നന്നാകുന്നോ, അത് എത്രത്തോളം ഞാൻ എന്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഇപ്പോൾ എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിലെടുത്ത കാര്യങ്ങൾ എന്തൊക്കെ ഉള്ളതെന്നും കൂടെ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഉള്ളത് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഡേ ഫുള്ളായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുന്നത് മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിലത്തെ ജോലികൾ, മക്കളെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുന്ന ടൈമും കാണിക്കുന്നുണ്ട്, അതിലെന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. രാത്രി കിടന്നപ്പോൾ തന്നെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, നാളെ മുതൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നോക്കണം. അത് എത്രത്തോളം എന്നെ കൊണ്ട് എടുക്കാൻ കഴിയും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 6:18 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 5:08 തുടങ്ങിയിട്ട് ഞാനൊരു 6:18 ആയപ്പോൾ ഞാനിവിടെ സ്റ്റിച്ചിങ് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്, ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇനി വീട്ടിലത്തെ കാര്യങ്ങൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കൽ അങ്ങനെ പണി കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ അടുത്ത വർക്കിന് ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല, സ്റ്റിച്ചിങ്ങിന് ഇരിക്കുന്ന ടൈമും കാര്യങ്ങളും മാത്രം കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11:58 ആയപ്പോൾ ഞാൻ വീണ്ടും സ്റ്റിച്ചിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് പ്ലാൻ ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല. ഡെയിലി ഞാനിങ്ങനെ അർജൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 11:30 ആകുമ്പോൾ എന്തായാലും, അല്ലെങ്കിൽ ഒരു 11 മണി 11:30 ആകുമ്പോൾ ഞാൻ ഇരിക്കലുണ്ട്. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ടൈം വൈകിയിട്ടുണ്ട് കേട്ടോ. 12 മണിൻ്റെ അടുത്തായിട്ടുണ്ട് ടൈം. അത് എടുക്കണം എന്നുള്ളത് മനസ്സിലുണ്ടാവുകൊണ്ടാണെന്നറിയില്ല, ഒരു പണിയെടുത്തിട്ടും അല്ലാതെ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. സ്കാലപ്പിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ മെഷീൻ ഏതാണെന്നും മെഷീനിൽ എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് കൊടുക്കേണ്ടതെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അത്യാവശ്യം വർക്കൊക്കെ അങ്ങനെ കിട്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എറണാകുളത്ത് നിന്ന് ഒരു വർക്ക് കിട്ടിയതുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വർക്ക് അവരിങ്ങോട്ട് ഷോൾ അയച്ച് തന്നതായിരുന്നു. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളെ കയ്യിൽ ഷോളുണ്ട്, പക്ഷേ അവർക്ക് അത് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് അയച്ച് തന്നാൽ ചെയ്ത് തിരിച്ച് അങ്ങോട്ട് അയക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾ, അൽഹംദുലില്ലാ, ഒരുപാട് ആൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ വർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ നമ്പർ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ താല്പര്യം ഉണ്ടെങ്കിൽ അതിക്ക് മെസ്സേജ് അയക്കാം. നമ്മൾ സ്കാലപ്പ് വർക്ക് മാത്രമല്ല, എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യണോണ്ടാണോ എന്നറിയില്ല, ഞാൻ ഒരുപാട് ടൈം ഞാൻ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഏകദേശം ഇപ്പോൾ ഉച്ചക്ക് ഇതുപോലെ ഒരു 11 മണി 11:30 ആകുമ്പോൾ ഇരുന്നാൽ ഞാനൊരു 1 മണി വരെ ഞാൻ എന്തായാലും ഇരിക്കും. പിന്നെ മോന് ഭക്ഷണം കഴിക്കലും എനിക്ക് ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴോ കേട്ടോ ഞാൻ വന്നിരിക്കൽ. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു 11:58 ഇരുന്നിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്കാലപ്പിൻ്റെ ഷാളുമേ എത്രയും ടൈം ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അറിയോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എണീറ്റ് പോവേണ്ടി വന്നതുകൊണ്ടായിരിക്കും.
ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നാണല്ലോ വർക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ള എന്തെങ്കിലും ഇത് വരുമ്പോൾ നമുക്ക് എണീറ്റ് പോവേണ്ടി വരും. പിന്നെ നമ്മൾ ഓഫീസ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടൈം, ഇപ്പോൾ രാവിലെ ഒരു 9 മണി മുതൽ 5 മണി വരെ അങ്ങനെയൊക്കെ ഒരു ടൈമായിട്ടുണ്ടാവുമല്ലോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും അത് നിർത്തി വെക്കേണ്ടി വരും, എണീറ്റ് പോവേണ്ടി വരും, അങ്ങനത്തെ അതൊക്കെ വരും കേട്ടോ. എന്നാലും നമ്മൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എത്രത്തോളം ടൈം കിട്ടണം അത്രത്തോളം ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇരിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു വീഡിയോ. നമുക്ക് വീട്ടിലിരുന്നിട്ടൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറയണവർക്കൊക്കെ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. ഞാൻ ചെയ്യുന്ന ടൈമൊക്കെ കാണിച്ചിട്ട് ഇതിൽ എത്രത്തോളം മോട്ടിവേറ്റ് ആവുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കാണിച്ചിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ഏകദേശം ഈ ഒരു സ്കാലപ്പിൻ്റെ വർക്ക് ഫുള്ളായിട്ടുണ്ട്. എനിക്ക് ഇനി ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഈ ഒരു വർക്ക് ഫിനിഷ് ആക്കണം കേട്ടോ. ലാസ്റ്റ് പരിപാടിയാണ് ഇത്. അയൺ ചെയ്ത് കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3:13 കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടൈം 5:08 ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കൊറിയറും കൂടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വേറൊരു ടൈപ്പിൽ വീഡിയോ എടുക്കണതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ കാണിക്കണില്ല. ഇനി എനിക്ക് ഈ ഒരു ഷാളാണ് കേട്ടോ സ്കാലപ്പ് ചെയ്യാനുള്ളത്. ഞാൻ ആ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ എൻ്റെ ചായ കുടിക്കലും അതുപോലെ തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത വർക്കിന് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് സ്കാലപ്പ് വർക്കിന് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീക്കിലായിട്ട് ഇതൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തണില്ല. ഇനി അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ ഉച്ചവരെ ഞാൻ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ തീർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഒരു 11 മണി തൊട്ട് 1 മണി വരെ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു 5:08 ആയപ്പോഴത്തേക്കുള്ളൂ കേട്ടോ തീർന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ടൈം എണീറ്റ് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സ്കാലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആഗസ്റ്റ് 20 അന്നാണ് ഞാൻ ഇരിക്കുന്നത്. അത് 21 ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊറിയർ വിട്ടു കൊടുക്കണം കേട്ടോ. അവർക്ക് 25 ആകുമ്പോഴത്തേക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണം, ഇന്നത് ഫുള്ളായിട്ട് തീർക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രത്തോളം കഴിയും എന്നുള്ളത് അറിയില്ല. ഇനി എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ റൂമിൻ്റെ ഒരു കോലം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ റൂം ഈ ഒരു രീതിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കാലപ്പ് ചെയ്യുന്ന ടൈമിൽ മോനെ കൊണ്ട് കഴിയണ വിധം എന്തൊക്കെയാണ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് മൊത്തത്തിൽ കട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കാലപ്പിൻ്റെ സംഭവങ്ങൾ അങ്ങനെ അതൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ആദ്യം എന്ത് ചെയ്യണം, ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് അടുത്ത വർക്കിന് ഇരിക്കാനൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ടൈമിൽ ആരെങ്കിലും കയറി വരിക, അല്ലെങ്കിൽ ഇനി അതും കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ കൂടെ ആകുമ്പോൾ ആകെ കൂടെ തലവേദന പിടിക്കൂട്ടോ. പിന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ അങ്ങനെ റൂമിൻ്റെ കോലം കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു വർക്ക് കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യും, ഇത് ക്ലീൻ ആക്കാൻ നോക്കൂട്ടോ. എന്നാലുള്ളൂ നമുക്ക് അടുത്ത വർക്കിനൊരു സമാധാനം കിട്ടുക. ഇപ്പോൾ ഞാൻ ഏകദേശമൊക്കെ കട്ടിലും കടക്കയും അതുപോലെ തന്നെ റൂമും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വർക്കിന് ഇരിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ റൂം മൊത്തത്തിൽ ഒന്ന് ഏകദേശം എന്നെ കൊണ്ട് കഴിയണ വിധം ഞാനൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോഴും ഉണ്ടാവും. നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് സ്കാലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വേസ്റ്റ് നന്നായിട്ട് വരും കേട്ടോ. പേപ്പർ താഴ്ഭാഗത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 5:30 ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാനിത് വരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇത് ഫുള്ളായിട്ട് വരച്ചെടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം നമ്മൾ ഈ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തെടുക്കൽ തന്നെ അത്യാവശ്യം ടൈം പിടിക്കുന്ന ഒരു പരിപാടിയാണ്. ഫുള്ളായിട്ട് ഇത് 4 സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു 4 സൈഡ് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ടൈം പിടിക്കും കേട്ടോ. എനിക്ക് കഴിയണ വിധം ഇന്ന് തന്നെ ഈ ഒരു വർക്ക് തീർക്കണം, എന്നാലേ നാളെ കൊറിയറായിട്ട് അയക്കാൻ പറ്റുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എന്തായാലും അയക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ചിലവഴിക്കാൻ നോക്കൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ടൈം എടുത്തിട്ടില്ല, എന്നാലും ഏകദേശം ടൈം ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഏകദേശം ടൈം ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡും കൂടെ ചുറ്റി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിവിടെ നിർത്തുകയാണ് കേട്ടോ. ഈ ഒരു വർക്ക് അവിടെ നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇശാം കൂടെ നിസ്കരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഉറക്കം വരുന്ന വരെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. കാരണം മോളുടെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും ഒക്കെ എനിക്ക് ചെയ്ത് തീർക്കാല്ലേ ഫുള്ള് കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ
ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സൊക്കെ ഒരു സമാധാനമായിട്ടിരിക്കുക. ഞാൻ ആ ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കൽ. ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കും. മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഫുള്ളായിട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു സമാധാനമായിട്ടിരിക്കുക. പിന്നെ എനിക്ക് എപ്പോഴാണോ ഉറക്കം വരുന്നത് ആ ഒരു ടൈമിൽ എനിക്ക് എണീറ്റ് പോയിട്ട് കിടന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളതിനൊന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. പഴയ ഹോബീസൊക്കെ പുറത്തേക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, പഴയ ഹോബീസൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ടൈം കിട്ടൂല. വീട്ടിലത്തെ കാര്യവും മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ടൈം കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ടൈം ഇങ്ങനെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു 11 മണി തൊട്ട് 1 മണി വരെ ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നമുക്ക് ഓരോരോ മനസ്സിൽ ഓരോരോ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും എന്നുള്ളൊരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി, ഞാൻ അങ്ങനെ ആദ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെക്കലൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും. ഈ ഒരു ടൈം മുതൽ അടുത്ത ആ ഒരു ടൈം വരെ ഞാൻ ഈ കാര്യങ്ങൾ ഫുള്ളായിട്ട് ചെയ്യും. അതിൻ്റെ ഇടയിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കൂല, എണീക്കൂല എന്നൊക്കെ ഉള്ളത് മനസ്സിലുണ്ടാവും. അങ്ങനെ മനസ്സിലൊരു നിയ്യത്ത് പോലെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാനിരിക്കൽ. അപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയും ചെയ്യും. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം കിട്ടുകയും ചെയ്യും. അങ്ങനെ പലരും പറയണ കേട്ടിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ കമൻ്റായിട്ടും വരലുണ്ട്. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ എന്നോട് പറയലുണ്ട്, എങ്ങനെ ഇതൊക്കെ ചെയ്തെടുക്കണേ, എങ്ങനെ എന്നെക്കൊണ്ട് ഇതിനൊക്കെ ടൈം കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടൈം മുതൽ അടുത്ത ടൈം വരെയൊക്കെ ഞാനിത് ചെയ്യും എന്നൊക്കെയുള്ള പ്ലാനൊക്കെ വെച്ചിട്ട് ഇരിക്കും. ചിലപ്പോൾ അങ്ങനെ ചെയ്യും. പക്ഷേ ചില ടൈമിൽ ഞാൻ എന്ത് വിചാരിക്കും, ഫോണിൽ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തിട്ട് അതും കേൾക്കാം, സ്റ്റിച്ചിങ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സോങ്ങൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഫോൺ എടുക്കും. അപ്പോൾ വാട്സാപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ അതിലേക്ക് തരും, ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ അതിലേക്ക് തരും, പിന്നെ റീൽസായി ഷോർട്സായി അങ്ങനെ ഫോണിൽ അങ്ങനെ ടൈം ചിലപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വരെ അങ്ങനെ ഫോണിലൊക്കെ പോയ ടൈം കളയും കേട്ടോ. എന്നാൽ ചില ടൈമിൽ ഇത് എന്തായാലും തീർക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ മറ്റുള്ള മൈൻഡൊന്നും കൊടുക്കാതെ അതങ്ങനെ ചെയ്ത് തീർക്കുകയും ചെയ്യും. ഇപ്പോൾ സംസാരിച്ച് വീഡിയോ എന്തൊക്കെ പ്ലേ ആയിട്ട് പോകുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണത് ഇപ്പോൾ നമുക്ക് ഒരു സ്കാലപ്പിന് വരച്ച് വെച്ചില്ലേ, അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പർ അതിൻ്റെ താഴെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യൽ. സ്കാലപ്പിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിൽ ഞാനൊന്ന് പറയാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു പേപ്പർ കട്ടിങ് മുതൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ രാത്രിക്കത്തെ എല്ലാ കാര്യങ്ങളും ഫുഡ് കഴിക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ടൈം എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഞാൻ രാത്രിക്കത്തെ ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ മഗ്‌രിബ് ആയപ്പോൾ നിർത്തിയിട്ട് പോയതായിരുന്നു. പിന്നെ ഞാൻ ഫുള്ള് കാര്യങ്ങളും കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഏകദേശം അധിക ടൈമൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ ആ ഒരു ഡ്രസ് കോഡിൻ്റെ വീഡിയോ ചെയ്ത ടൈമിൽ രാത്രി ഒരു 12:45 വരെയും ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കും. ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 4:15 ആകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എണീക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, വീണ്ടും സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടിരിക്കും. ഉച്ചക്ക് ഉറങ്ങോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് ദിവസം നല്ല ക്ഷീണം പറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ഇപ്പോൾ അധികം ഇരിക്കാൻ കഴിയണില്ല കേട്ടോ. രാത്രി ഇരിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം നല്ലോണം വരുന്നുണ്ട്. കഴിഞ്ഞ ആ ഒരു വർക്കിൽ ഞാൻ നന്നായിട്ട് എനിക്ക് നല്ല സമാധാനമായിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഉറക്കം പോയാലും എനിക്ക് അധികം ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഉറക്കം നല്ലോണം പ്രശ്നമാവുന്നുണ്ട്. കാരണം ഉച്ചക്ക് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാൽ മാറുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഉച്ചക്ക് അങ്ങനെ വർക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് കിടന്നിട്ട് ഉറങ്ങാൻ കഴിയൂല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൃത്യ ടൈം അവർ പറഞ്ഞിട്ട് നമുക്ക് തരുന്നതല്ല. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ അവരെ കയ്യിൽക്കും കിട്ടണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 9:39 ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു വർക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇത്ര ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കം നന്നായിട്ട് വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വർക്ക് തീരാത്തത് കൊണ്ട് തന്നെ കണ്ടോ, ഇപ്പോൾ 4:30 ആയപ്പോൾ ഞാൻ വീണ്ടും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ ആഗസ്റ്റ് 20 തുടങ്ങിയ വീഡിയോ ഇപ്പോൾ 21 എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സുബൈക്ക് നീച്ചിട്ട് ചെയ്തു. ഇപ്പോൾ 6:11 ആയിട്ടുണ്ട് കേട്ടോ ടൈം. ഞാൻ ഈ ഒരു ടൈമിൽ അടുക്കളയിലേക്ക് ഇറങ്ങലുണ്ട്. പക്ഷെ ഇത് എന്തെങ്കിലും ഒന്നും കൂടെ ഒന്ന് ചെയ്ത് വെച്ചാൽ എനിക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കൂടെ ഉള്ളൂ കേട്ടോ. നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഷോൾഡർ ഫുള്ള് പണി തീർന്നു. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങാതെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മോളെ മദ്രസയിലൊക്കെ അയച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ പണി ഫുള്ള് തീർന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് വന്ന് അയൺ ചെയ്ത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പേപ്പർ പറിക്കലാണ് ഏറെ പണി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് ചുറ്റുഭാഗം ഉണ്ടാവും. പിന്നെ അത് അടിച്ചു വാരി കളയലും ഒക്കെ ഉണ്ടോ. ഈ സ്കാലപ്പിൽ ഭയങ്കര പണിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോരും കേട്ടോ. പേപ്പർ അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് ഇതാവില്ല. പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പറിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയാം. ഇത് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ജോലി ഇപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഇപ്പോൾ എനിക്കത് ഇന്ന് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ എനിക്കത് കട്ടിങ്ങും കൂടെ കഴിഞ്ഞാൽ ഒരു സമാധാനമായിട്ട് ഇപ്പോൾ ഇനി അടുക്കളയിൽ പോയാലും ആ ഒരു ജോലിയാണെങ്കിലും സമാധാനമായിട്ട് ചെയ്ത് തീർക്കാൻ കഴിയും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മനസ്സിൽ തന്നെ ആയിരിക്കും, അയ്യോ ഇത് ചെയ്ത് തീർക്കാണ്ടല്ലോ, ഇത് എപ്പോഴും എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയും, എപ്പോഴാണ് പോകാൻ കഴിയുക, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അതും കഴിയൂല ഇതും കഴിയൂല എന്നുള്ള അവസ്ഥയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേഗം തന്നെ ഇതിൻ്റെ കട്ടിങ് ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നൈസായിട്ടുള്ള മെറ്റീരിയൽ ഷിഫോണിൻ്റെ മെറ്റീരിയലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ടൈം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം മുതൽ പിറ്റേ ദിവസം വരെ എത്തിയിട്ട് നമ്മളത് വീഡിയോ ഫിനിഷാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഞാൻ ഈ ഒരു ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചതല്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതും കൂടെ ഉൾപ്പെടുത്തിയത്. ഇനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പണിയും കൂടെ കഴിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെ കാണിച്ചതെന്ന് ഓർമ്മയില്ല. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഏകദേശം 6:53 ആയപ്പോൾ നമ്മുടെ സ്കാലപ്പിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ കേട്ടോ. ഞാൻ ഏകദേശം എങ്ങനെയൊക്കെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കും എന്നുള്ളതാണ്, എത്രയൊക്കെ ടൈം അതിന് വേണ്ടിയിട്ട് ഇരിക്കും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.